സർ, ഉത്തർപ്രദേശിലെ മൊറാദാബാദിലുള്ള ഗൗരി ശങ്കര ക്ഷേത്രം 44 വർഷത്തിന് ശേഷം തുറന്നു കൊടുക്കുന്നു. ഒരു വലിയ കലാപത്തെ തുടർന്നാണ് ഇത് അടച്ചതെന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് വിശദവിവരം? 1980 വലിയ കലാപം വന്നിട്ടാണ്. അത് മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ അവിടെ ഈ അധീശത്വത്തിന് വേണ്ടി മുസ്ലിം ലീഗ് പുതിയ യൂണിറ്റ് തുടങ്ങിയിട്ട് മൊറാദാബാദിൽ ഒരാൾ അയാളുടെ ഒരു ഡോമിനേഷൻ അധീശത്വത്തിന് വേണ്ടി ശ്രമിച്ചതിനെ തുടർന്നുള്ള കലാപങ്ങളായിരുന്നു അത്. അല്ലാതെ ഹിന്ദുക്കൾക്ക് അതിൽ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഹിന്ദുക്കൾ ഒരു നമസിൻ്റെ സമയത്ത് ഒരു പന്നിക്കൂട്ടത്തിനെ തുറന്നു വിട്ടിട്ടാണ് കലാപം ഉണ്ടായതെന്നൊക്കെ ഇവർ പിന്നെ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പം മറ്റേ യോഗി ആദിത്യനാഥ് വന്ന ശേഷം 1980 എങ്ങനെ കലാപം ഉണ്ടായി എന്ന് അറിയാനായിട്ട് കമ്മീഷന് വെച്ചിരുന്നു. കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ യഥാർത്ഥ കാരണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മൊറാദാബാദിൽ അന്നത്തെ കലാപത്തിൽ ഈ ഗൗരീശങ്കര ക്ഷേത്രത്തിൽ പൂജാരിയെ കൊന്നിരുന്നു. ഈ പൂജാരിയുടെ കൊച്ചുമകൻ ഇപ്പോൾ ഒരു അപേക്ഷ കൊടുത്തിട്ടാണ് ഈ അവിടെ സർവേ ഒക്കെ നടത്തിയിട്ട് അമ്പലം കഴിഞ്ഞ ദിവസം തുറന്നു കൊടുത്തിരിക്കുന്നത് 44 വർഷത്തിന് ശേഷം. അപ്പോൾ ഉത്തർപ്രദേശിൽ പൊതുവേ ഒരു ഹിന്ദു മുന്നേറ്റം നമുക്ക് കാണാം. അതാണ് സമ്പല്ലൊക്കെ കാണുന്നത്. മുമ്പ് ഈ ഹിന്ദു മുസ്ലിം സ്പർദ്ധ എന്ന് പറഞ്ഞിട്ട് പല ആളുകളും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. അതാണ് സമ്പല്ലും ശ്രമിച്ചതെന്ന് ഉള്ളത് നമ്മൾ പല ചർച്ചയിലും പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിപ്പോൾ തിങ്കളാഴ്ച കഴിഞ്ഞ ദിവസം അവിടെ മറ്റേ സർവേ ഒക്കെ നടത്തുമ്പോൾ ശിവലിംഗം, നന്ദി ഹനുമാൻ വിഗ്രഹങ്ങളൊക്കെ കിട്ടിയിരുന്നു. പക്ഷെ പൊട്ടിയിരുന്നു. അന്നത്തെ ഈ കലാപത്തിൽപ്പെട്ട ആളുകൾ സാധാരണഗതിയിൽ ഔറംഗസേബിൻ്റെയൊക്കെ കാലത്തൊക്കെ ചെയ്തിരുന്ന പോലെ, മാപ്പിള ലഹളയുടെ കാലത്തൊക്കെ ചെയ്ത പോലെ തന്നെ അവിടെ ചെയ്തിരുന്നു അത്. അപ്പോൾ ഈ അമ്പലം അതിനുശേഷം ആ കലാപത്തിന് ശേഷം പൂട്ടി. ഹിന്ദുക്കൾ അവിടെ നിന്ന് പലായനം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ ആ ഭാഗങ്ങളൊക്കെ കൈവശപ്പെടുത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ ഒരാഴ്ച മുമ്പ് ഈ മറ്റേ കൊല്ലപ്പെട്ട പൂജാരിയുടെ കൊച്ചുമകൻ മൊറാദാബാദ് ജില്ലാ മജിസ്ട്രേറ്റ് അനുജ് സിംഗിന് ഇത് വീണ്ടും തുറക്കണം എന്ന് പറഞ്ഞിട്ട് അപേക്ഷ കൊടുത്തു. പിന്നെ പ്രാദേശിക നാട്ടുകാർ ഒരു ധർണയും പ്രകടനമൊക്കെ കലക്ടറേറ്റിൻ്റെ മുമ്പിൽ നടത്തുകയും ചെയ്തു. ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. 44 കൊല്ലം അതിനുള്ള ധൈര്യം അവർക്കുണ്ടായിരുന്നില്ല. മൊറാദാബാദ് ഈ മുസ്ലിം സാന്ദ്രത കൂടുതലുള്ള ഒരു സ്ഥലമാണ് ഉത്തർപ്രദേശിൽ. പിന്നെ സമാജ്വാദി പാർട്ടി, BSP ഇങ്ങനെ ഒരു തേരോട്ടമായിരുന്നില്ലേ അവിടെ. അതെ, ഇവർക്ക് വേണ്ട കാര്യങ്ങളും മതപ്രീണനവും ഒക്കെ ആയിട്ട് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് മുസ്ലിം ജനസാന്ദ്രത കൂടുതലുള്ള ജബ്ബു കാ നല മൊഹല്ല, അവിടെയാണ് ഈ ക്ഷേത്രം ഉള്ളത്. നഖ്ഫാനി എന്ന് പറഞ്ഞ മേഖലയിൽ അതാണ് തുറന്നിരിക്കുന്നത്. ഒരു ധീരമായ നടപടിയാണ്. അത് കഴിഞ്ഞ് ഈ ജില്ലാ മജിസ്ട്രേറ്റ് അനുജ് ഡെപ്യൂട്ടി മജിസ്ട്രേറ്റ് റാം മോഹൻ മീണയുടെ കയ്യിൽ നിന്ന് ഈ അപേക്ഷ കിട്ടിക്കഴിഞ്ഞപ്പോൾ, കൊച്ചുമകൻ്റെ അപേക്ഷ കിട്ടിക്കഴിഞ്ഞപ്പോൾ റിപ്പോർട്ട് ചോദിച്ചിരുന്നു. ഈ ഡിസംബർ 27-ാം തീയതി വിവരങ്ങളൊക്കെ ശേഖരിച്ച് കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ആണ് ഇപ്പോൾ സംഗതിയൊക്കെ തുറന്നത്. ഹനുമാന്റെ വിഗ്രഹമൊക്കെ വെച്ച് പൂജയൊക്കെ തുടങ്ങി അവിടെ. 1980 കലാപത്തിന് ശേഷം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ ശ്രീകോവിലില്ലേ, ശ്രീകോവിലിൻ്റെ മുമ്പിലൊരു മതിൽ കെട്ടി. എന്നിട്ട് ശ്രീകോവിൽ മറച്ചു. ഏത് ഈ സമാധാന മതക്കാർ അത് മറച്ചിരുന്നു. അത് തിങ്കളാഴ്ച ഈ മതിൽ, ശ്രീകോവിൽ മറച്ചിരുന്ന മതിൽ പൊളിച്ചു കഴിഞ്ഞിട്ടാണ് പൂജയൊക്കെ തുടങ്ങിയത്. തിങ്കളാഴ്ച ഒരു ഉച്ചയ്ക്ക് 1:30 ആയിക്കഴിഞ്ഞപ്പോൾ ഹനുമാന്റെ വിഗ്രഹം ഭിത്തിയിൽ കാണാൻ തുടങ്ങി. മറ്റേ ഭക്തരുമൊക്കെ വന്ന് പൂജിക്കാനും ഒക്കെ തുടങ്ങി. അത് നന്ദിയുടേത് വിഗ്രഹം അവിടെ കാണുന്നുണ്ടായിരുന്നു, ശിവലിംഗം കണ്ടിരുന്നില്ല. അത് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ഇത് പൊട്ടിത്തകർന്ന നിലയിലൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. ഈ പൂജാരിയുടെ പേര് ഭീംസെൻ എന്നായിരുന്നു. പൂജാരിയുടെ കൊച്ചുമകൻ്റെ പേര് സേവാറാം. അപ്പോൾ 1980 കലാപത്തിൻ്റെ സമയത്തൊരു മുസ്ലിം കൂട്ടം ഭീംസനെ അമ്പലത്തിൻ്റെ അകത്ത് കടന്ന്
കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ഈ ഭീംസൻ്റെ ജഡം കുടുംബത്തിന് കിട്ടിയില്ല. പിന്നെ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ഈ വെറുപ്പ് കൊണ്ട് ഇങ്ങനെ വന്നു കൂടിയിരിക്കുന്ന കൂട്ടമുണ്ടല്ലോ, അവർ തീയിലേക്ക് ഈ ശരീരം എറിയായിരുന്നു എന്നുള്ള വിവരം. അത് കഴിഞ്ഞ് ഈ ലൈൻപാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഭീംസൻ്റെ പൂജാരിയുടെ കുടുംബം മാറിപ്പോയി. ഈ പൂജകളുമൊക്കെ നടക്കാതായി, അമ്പലവും പ്രവർത്തിക്കാതായി. ഇനി 1980 കലാപം എന്തായിരുന്നു എന്നുള്ളതിൽ നമുക്ക് നോക്കാം. ആ കലാപത്തിൽ 83 പേര് കൊല്ലപ്പെട്ടു. 80 കലാപത്തിൽ. നമ്മൾ ഈ സമ്പലിനെ പറ്റിയൊക്കെ പറയാറില്ലേ, അത് 1978 ഈ പീരീഡ് എന്ന് പറയുന്നത് ഉത്തർപ്രദേശിൽ ധാരാളം കലാപങ്ങൾ ഹിന്ദുക്കൾക്കെതിരെ നടന്നിട്ടുള്ള ഒരു കാലമാണ്. 78-80 എന്നൊക്കെ പറയുന്നത് മുസ്ലിം ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ച സമയങ്ങളാണ്. സമ്പലിൽ തന്നെ 278 പേരോളം കൊല്ലപ്പെട്ടിട്ടുണ്ട് തുടർച്ചയായ കലാപങ്ങളിൽ. ആ ഒരെണ്ണത്തിൽ തന്നെ ഒരു കുടുംബത്തിൽ 26 പേര്, ഒരു വീട്ടില് അഭയം തേടിയ 28 ഹിന്ദുക്കളെ. അപ്പൊ ചെറുതും വലുതുമായ ഒരുപാട് കലാപങ്ങൾ ഒരേ സമയം ഉണ്ടായിട്ടുണ്ട്. ആ പീരീഡിൽ ധാരാളം പേര്. ഇതിൽ 83 പേര് കൊല്ലപ്പെട്ടു, 112 പേർക്ക് പരിക്കേറ്റു. ഈ 2023 ഓഗസ്റ്റ് 8 യോഗി ആദിത്യനാഥ് സർക്കാർ 1980 മൊറാദാബാദ് കലാപത്തിനെ പറ്റിയിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് മേശപ്പുറത്ത് വെച്ചു. അതുവരെ ഇത് പൊടിപിടിച്ച് കിടക്കുകയായിരുന്നു. ഈ അന്വേഷണ റിപ്പോർട്ട് 496 പേജ് റിപ്പോർട്ടാണ്. ഏകാംഗ കമ്മീഷനാണ്. അലഹാബാദ് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന MP സക്സേന 1983 മെയ്യിൽ തന്നെ റിപ്പോർട്ട് കൊടുത്തിരുന്നു. അതാണ് ഈ മൂടി വെച്ചിരുന്നത്. 40 കൊല്ലത്തോളം അന്വേഷണ റിപ്പോർട്ട് പുറത്ത് കണ്ടില്ല. കേരളത്തിലും മറ്റേ ശബരിമല തീവച്ച സംഭവം ഉണ്ടല്ലോ 1950, കേശവമേനോൻ അന്വേഷിച്ചിരുന്നു. കേശവമേനോന്റെ റിപ്പോർട്ടും കുറക്കാലം സർക്കാർ പൊളിച്ചല്ലേ. അപ്പോൾ EMS 1957 EMS സർക്കാർ വരുന്നുണ്ടല്ലോ, അതിന് തൊട്ട് മുമ്പ് MN ഗോവിന്ദൻ നായർ പാർട്ടി സെക്രട്ടറി, അവിഭക്ത പാർട്ടിയാണ്, എല്ലായിടത്തും പ്രസംഗിച്ചിരുന്നു. ഞങ്ങളെ അധികാരത്തിൽ എത്തിയാൽ ഞങ്ങൾ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത്. അതും ഒരു കാരണമായിരുന്നു. അതുവരെ ഈ CPM മറ്റേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യാത്ത മുത്തശ്ശിമാരൊക്കെ പോയി വോട്ട് ചെയ്തു വന്ന്. ഇത് പുറത്ത് വരുമല്ലോ അറിയാലോ മധ്യ തിരുവിതാംകൂറിൽ പ്രത്യേകിച്ചു. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മുസ്ലിങ്ങൾ പറഞ്ഞ് പരത്തിയത് എന്താണെന്ന് വെച്ചാൽ ഈ ഈദ്ഗാഹിൽ, മൊറാദാബാദിലെ ഈദ്ഗാഹിൽ നമസ് നടക്കുമ്പോൾ കുറേ ആളുകൾ പന്നിക്കൂട്ടത്തിന് അഴിച്ചുവിട്ടു, അതുകൊണ്ടുണ്ടായ കലാപമാണെന്ന് പറഞ്ഞിരുന്നു. ഇത് അടിസ്ഥാനരഹിതമാണെന്ന് 40 കൊല്ലം മുമ്പ് തന്നെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവമേ അവിടെ നടന്നിട്ടില്ല. ഇത് മുസ്ലിം ലീഗും കോൺഗ്രസ് നേതാക്കളും കൂടി ഉണ്ടാക്കിയ ഒരു ഗൂഢാലോചനയായിരുന്നു ആ കലാപത്തിൻ്റെ പിന്നിൽ. ഹിന്ദുക്കളെ കൊന്നൊടുക്കിയ കലാപത്തിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നമസിൻ്റെ സമയത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. മൊറാദാബാദ് കലാപം ആസൂത്രണം ചെയ്തത് മുസ്ലിം ലീഗിൻ്റെ നേതാവ് ഷമീം അഹമ്മദ്, പിന്നെ ഹമീദ് ഹുസൈൻ, ഇവർ രണ്ടുപേരുടെയും അനുയായികൾ ഉണ്ടാക്കിയതാണ് അവിടുത്തെ കലാപം. ഇവർ പ്ലാനിങ്ങും മറ്റു അനുയായികൾ കൊണ്ടുപോയി കലാപം ഉണ്ടാക്കി എന്ന് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഡോക്ടർ ഷമീം അഹമ്മദ് ഖാൻ, ഈ പുതിയ മുസ്ലിം ലീഗ് യൂണിറ്റ് അവിടെ ഉണ്ടാക്കിയ ആൾക്ക് കോൺഗ്രസ്സിലെ ഹാഫിസ് മുഹമ്മദ് സിദ്ദിഖി എന്ന് പറഞ്ഞ ആൾക്കായിരുന്നു അവിടെ സ്വാധീനം ഉണ്ടായിരുന്നത്. ആ സ്വാധീനം അയാളിൽ നിന്ന് മുസ്ലിം ലീഗിന് കൈവശപ്പെടുത്തണം. പുതുതാക്കി ഉണ്ടാക്കിയ മുസ്ലിം ലീഗിൻ്റെ ഈ ഡോക്ടർ ഷമീം അഹമ്മദ് ഖാന് കൈവശപ്പെടുത്തണം. അതിനെ തുടർന്നുള്ള ഗൂഢാലോചനയാണ് ഈ കലാപത്തിന് കാരണമായതെന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ യോഗി ആദിത്യനാഥ് സമ്പലിൽ പറയുന്നുണ്ടല്ലോ, ഷിയ സുന്നി തർക്കമാണ് ഈ പ്രശ്നം അവിടെ നടക്കുന്നത്, ഹിന്ദുക്കൾ ഇൻവോൾവ് അല്ല എന്ന് പറഞ്ഞാൽ സമാനമായ ഒരു സംഭവമാണ്. എന്നിട്ട് ഹിന്ദുക്കളുടെ തലയ്ക്ക് വെക്കുകയാണ്. കോൺഗ്രസും ലീഗും തമ്മിലടി. എന്നിട്ട് അപ്പോൾ ഒരു 4.5 പതിറ്റാണ്ട് മുമ്പ് ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ പിന്നീട് വന്ന SP അതുപോലെ തന്നെ VSP ഇവരെന്തിനാണ് ഇവരെ ഈ ന്യൂനപക്ഷ പ്രീണനം തന്നെയായിരുന്നു ലക്ഷ്യം. അതെ. അപ്പോൾ മായാവതിക്ക് ഉൾപ്പെടെ ഇതിനോട് എന്താണ് താല്പര്യം? അല്ല, മായാവതിക്ക് മുസ്ലിം വോട്ട് കിട്ടണമല്ലോ.
മായാവതിക്ക് മറ്റേ എസ് പിക്കും ഒക്കെ മുസ്ലിം വോട്ട് കിട്ടണം. ഇത് ഈ മൊറാദാബാദ് എന്നൊക്കെ പറഞ്ഞ ഈ വെസ്റ്റേൺ UP പ്രദേശങ്ങളിൽ മുഴുവൻ മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളാണ്. അവശേഷിക്കുന്നവരെ ഓടിച്ചു വിടുകയും ചെയ്തു അല്ലേ? ഇപ്പോഴാണെങ്കിൽ സമാജ്വാദി പാർട്ടിക്ക് അവിടെ അസ്ലാം ഖാൻ മറ്റേ ജയിലിൽ കിടക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അയാൾ ഈ സമാജ്വാദി പാർട്ടിയിൽ അയാളുടെ ഗ്രൂപ്പുകാർ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് അസ്ലാം ഖാനെ പോയി ജയിലിൽ കാണുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോൾ സമാജ്വാദി പാർട്ടിയിൽ തന്നെ അവിടെ ഒരു ഡിവിഷൻ ഉണ്ട് ഈ പ്രദേശങ്ങളിലുമൊക്കെ, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ. അതിൻ്റെ തിരിച്ചടിയായിട്ടാണ് അടുത്ത കാലത്ത് കുന്ദർക്കി ഉപതെരഞ്ഞെടുപ്പ് നടന്നല്ലോ. അതെ, ഉത്തർപ്രദേശിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് BJP സ്ഥാനാർത്ഥി ജയിച്ചു, കുന്ദർക്കി. ഈ SP-യുടെ അകത്തെ മുസ്ലിം വിഭാഗീയത കാരണം. അപ്പോൾ എന്തായാലും ഈ ഗൗരീശങ്കര ക്ഷേത്രം തുറന്നതോടുകൂടി ഒരു ഹിന്ദു ഏകീകരണം അല്ലെ ഒരു പുതിയ ഉണർവ് അങ്ങനെ നമുക്ക് കരുതി. അത് ഉത്തർപ്രദേശിൽ ഒട്ടാകെ നമുക്ക് കാണാം. കാരണം ഈ 40 കൊല്ലം പൊടി പിടിച്ച് കിടന്ന റിപ്പോർട്ടൊക്കെ എടുത്തിട്ട് ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നുണ്ട്, ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. അതുവരെ പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ തിരിച്ചാണല്ലോ, ഹിന്ദു മുസ്ലിം കലാപം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണല്ലോ ഈ സംഭവങ്ങളൊക്കെ. ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം പുറത്ത് വരുന്നുണ്ട് ഇപ്പോൾ. ഒന്നാമത് അങ്ങനെ പറഞ്ഞു പരത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? BJP ഒരു കാലത്തും അധികാരത്തിൽ വരരുത് എന്നുള്ള താല്പര്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ടല്ലോ. കലാപങ്ങളെ പറ്റിയൊക്കെയുള്ള യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരട്ടെ. കലാപങ്ങൾ ഇന്ത്യയിൽ പല സ്ഥലത്തും ഉണ്ടാക്കുന്നത് പോലും ഈ ഹിന്ദുക്കൾക്കെതിരായിട്ടാണ് എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നമ്മളിപ്പം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഹിന്ദുക്കൾക്ക് യാതൊരു പങ്കും ഇല്ലാതിരിക്കുക, എന്നിട്ട് ഇത് മുസ്ലിങ്ങളെ ആക്രമിച്ചത് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ പന്നിയ കൂട്ടത്തിന് തുറന്നുവിട്ടു എന്നൊക്കെ വ്യാജമായിട്ട് പറയുന്നുണ്ടല്ലോ. അപ്പോൾ BJP-യുടെ ഒരു മുന്നേറ്റം തടയാൻ വേണ്ടി ഈ ഹിന്ദുക്കൾ കലാപം നടത്തി അവർ BJP-ക്കാരാണെന്ന് പറയുക, പിന്നെ ഹിന്ദുക്കൾ എന്ന് പറയുക, പിന്നെ BJP സംഘപരിവാറാണെന്ന് പറയുക. ഇതിനെയൊക്കെ എതിർക്കാനുള്ള ക്യാമ്പയിൻ ഈ പരിവാർ ശക്തികളുടെ ഭാഗത്ത് നിന്ന് ഇല്ലാതിരിക്കുക, അതെല്ലാ കാലത്തും കാണാമല്ലോ. അപ്പോൾ അതാണ് സംഭവം. പക്ഷെ യോഗി അങ്ങനെയല്ല, യോഗി അങ്ങനെ ഒരു കഥാപാത്രമല്ല. ഇപ്പം കല്യാൺ സിംഗിൻ്റെ അപ്പുറമൊക്കെ കടന്ന് ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം അന്വേഷിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, നടപടിയെടുക്കുന്നുണ്ട്. എത്ര ക്ഷേത്രങ്ങളാണ് സമ്പലിന് ശേഷം ഇപ്പം മൊറാദാബാദിൽ. പോസിറ്റീവായിട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് പറയാം അല്ലേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.